Friends, agriculture is dominant in Palakkad. The fruits and vegetables produced here are widely known. Our government is undertaking many steps for the growth of agriculture and the welfare of farmers. For many years, governments promised MSP hike, but it was our government that had the honor of raising the MSP for farmers. Over 11 crore farmers have got monetary support thanks to PM Kisan Samman scheme. Value addition is key to agricultural growth. That is why we are devoting immense importance of the food processing sector. The government's Kisan Rail initiative has gone a long way in ensuring agriculture produce from one state can reach another. Building on these efforts, we want to serve our farmers even more. We want to make Ayurveda a global force, offering a unique way of healing and wellness. സുഹൃത്തുക്കളെ, പാലക്കാട് കർഷകരുടെ നാടാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തെ പഴങ്ങളും പച്ചക്കറികളും അതിന്റെ പെരുമ നാടെമ്പാടുമുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പല സർക്കാരുകളും കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉറപ്പുകൾ പലതവണ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരാണ് ആ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. 11 കോടി കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. കാർഷിക മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാനം കാർഷിക മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിന്റെ മൂല്യവർദ്ധനവിലൂടെയാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിസാൻ റെയിൽ, ആ കിസാൻ റെയിൽ ഇന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പുവരുത്താൻ, കൂടുതൽ പ്രയോജനം ഉറപ്പുവരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വരും ദിവസങ്ങളിൽ സർക്കാർ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ആയുർവേദത്തിന്റെ മേഖലയിൽ ആയുർവേദത്തെ ഒരു ആഗോള ശക്തിയാക്കിയിട്ട് മാറ്റാൻ അതിനു വേണ്ടിയിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിലൂടെ നമ്മുടെ ഭാരതത്തിന്റെ അനന്യമായിട്ടുള്ള ചികിത്സാരീതി, ആ ചികിത്സാരീതി ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് സർക്കാർ നടത്താൻ ആഗ്രഹിക്കുന്നത്. Friends, Kerala is blessed with many talented youngsters. Our government's skill development efforts are aimed at furthering youth empowerment. After the NDA took office at the center, more IITs have been built. More ITIs also have been built. The education sector has improved overall. Now, the NDA government is working towards ensuring medical and technical education is available in the local language as well. The NDA will keep working to further social justice, be it a commission for OBCs,
extending SC/ST reservation and a new quota for the poor under general category, our aim remains inclusive growth. സുഹൃത്തുക്കളെ, കേരളം കഴിവുള്ള ധാരാളം ചെറുപ്പക്കാരാൽ അനുഗ്രഹീതമായിട്ടുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ യുവാക്കൾ, ആ യുവാക്കളുടെ ശാക്തീകരണത്തിന് ഈ നൈപുണ്യ വികസനം വഴിതെളിയിക്കും. അതുകൊണ്ട് കേന്ദ്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം കൂടുതൽ IIT-കൾ ഉണ്ടായി. മാത്രമല്ല, കൂടുതൽ ITI-കളും കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, ആ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിവർത്തനം, വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസവും മെഡിക്കൽ വിദ്യാഭ്യാസവും ഇത് രണ്ടും നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ, ആ ഭാഷകളിൽ ഈ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സർക്കാരിന്റെ നയം. അത് പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതാണെങ്കിലും, പട്ടികജാതി പട്ടികവർഗ സംവരണം, ആ സംവരണം കൂടുതൽ വ്യാപിപ്പിച്ചതാണെങ്കിലും, സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് സംവരണം നൽകാനുള്ള നടപടികൾ എടുത്തതാണെങ്കിലും, ഇതെല്ലാം തന്നെ ഈ നാട്ടിൽ എല്ലാവരുടെയും വികസനം, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനം, ആ വികസനം എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. Friends, Kerala and tourism have a close link. Sadly, UDF and LDF have not done much to improve tourism infrastructure here. When we work towards improving connectivity and building road infrastructure, it will naturally boost tourism. In the last 7 years, India has improved its position in the travel and tourism competitiveness ranking. In places like Palakkad, there are many opportunities for innovative tourism packages in areas like agriculture tourism. Similarly, we want technology to serve as the basis for growth. We are using technology to improve transparency and convenience. സുഹൃത്തുക്കളെ, കേരളവും വിനോദസഞ്ചാരവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പദങ്ങളാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, UDF-ഉം LDF-ഉം കേരളത്തിന്റെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ആ വികസനം ഉറപ്പുവരുത്തുന്നതിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളുടെ മേഖലയിൽ, ആ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തുമ്പോൾ, അതോടൊപ്പം അതിന്റെ ഭാഗമായിട്ട് വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അത് തീർച്ചയായിട്ടും നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും, അത് പ്രോത്സാഹനം നൽകും. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യം വിനോദസഞ്ചാര മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ നമ്മുടെ സ്ഥാനം വളരെയേറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നൂതനമായിട്ടുള്ള വിനോദസഞ്ചാര അവസരങ്ങൾ
കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിനോദസഞ്ചാര മേഖല, ആ മേഖല വികസിപ്പിക്കുന്നതിന് ഏറെ സാധ്യതകളുള്ള പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കേണ്ടതുണ്ട്. സുതാര്യത ഉറപ്പുവരുത്താൻ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. Sisters and brothers of Kerala, there is one important topic on which I want to speak on from this land of Palakkad. It is about the LDF and UDF's direct attack on Kerala's culture. These parties are ashamed of the culture of our land. Their leaders abuse our tradition and ethos. LDF government should be ashamed of showering lathis on innocent devotees. UDF should be ashamed of remaining silent when this was happening. I am proud to belong to a party that has and is and will always defend the culture of our land. I want to tell the LDF and UDF, your lathis will not scare us. If you abuse our culture, we will not be silent spectators. Our state unit president, Surendran ji, was arrested and ill-treated by the Kerala government. What was his crime? That he spoke for Kerala's traditions. Our party manifesto has spoken about the issue in detail. I would urge you all to read it. കേരളത്തിലെ സഹോദരീ സഹോദരന്മാരെ, പാലക്കാടിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അത് കേരളത്തിന്റെ സംസ്കാരത്തിനെതിരായിട്ട് LDFും UDFും നടത്തുന്ന നേരിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചാണ്. അവര് ഈ നാടിന്റെ സംസ്കാരത്തിൽ, ഈ സംസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കാത്തവരായിട്ട്, ഈ നാടിന്റെ സംസ്കാരത്തെ അവഹേളിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു. അവരുടെ നേതാക്കന്മാർ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാരമ്പര്യത്തെയും അവഹേളിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെന്റിന് നാണമുണ്ടാകണം. ഈ നാട്ടിലെ വിശ്വാസികൾ, ആ വിശ്വാസികളെ അവർക്കെതിരായിട്ട് നടത്തിയ അതിക്രമങ്ങളിൽ, അവർക്കെതിരായിട്ട് നടത്തിയ ലാത്തി ചാർജിൽ UDFന് അവർ സ്വയം അവർക്ക് നാണക്കേടുണ്ടാകേണ്ടതായിരുന്നു. ആ ലാത്തി ചാർജിന് ഈ നാട്ടിലെ വിശ്വാസികളെ വിധേയരാക്കിയപ്പോൾ കൈയും കെട്ടി വായും പൂട്ടി മിണ്ടാതിരുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ നാടിന്റെ സംസ്കാരത്തെ, ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഇടതുപക്ഷക്കാരോടും UDFകാരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ലാത്തികൾക്ക് ഞങ്ങളെ പേടിപ്പിക്കാനാവില്ല, പിന്തിരിപ്പിക്കാനാവില്ല. നിങ്ങൾ ഞങ്ങളെ അവഹേളിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും, വെറുതെ നോക്കി നിൽക്കും എന്ന് വിചാരിക്കരുത്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. സുരേന്ദ്രനോട് വളരെ മോശമായിട്ട് പെരുമാറി. എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ഈ നാടിന്റെ ആചാരങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക
ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അത് വിശദമായിട്ട് വായിക്കണം, മനസ്സിലാക്കണമെന്നാണ്. Friends, there is another subject I want to touch upon. I want to talk about the issue of political killings across Kerala. Left parties have been in power many times here, but their leaders still behave like junior level goons. Under their eyes and with their blessings, political rivals are killed, hacked, beaten. This is not good in democracy. And a democracy, we can have political differences, but violence is not acceptable. So many of our young BJP Karyakartas have lost their lives. A BJP government in Kerala will stop this culture of violence. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ പലതവണ ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും വെറും മാടമ്പികളായിട്ടാണ് അവർ പെരുമാറുന്നത്. അവരുടെ കൺമുന്നിൽ അവരുടെ അനുഗ്രഹങ്ങളോടുകൂടിയിട്ട് രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കപ്പെടുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു, അവർ അവഹേളിക്കപ്പെടുന്നു. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭൂഷണമല്ല. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതാവാം, പക്ഷേ അക്രമം ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്, ഈ കൊലപാതകത്തിന്റെ, അക്രമത്തിന്റെ ഈ രീതികൾ ഇത് അവസാനിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ സാധിക്കുള്ളൂ. Friends, as I have said earlier, the youth of Kerala want change. BJP assured that change. Thus, when you vote on the 6th, vote for good governance and development. Vote for government that guarantees peace and prosperity. Vote for BJP. Thank you for joining this rally in large numbers. Bharat Mata ki! Bharat Mata ki! സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം, ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ പരിവർത്തനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് 6-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സദ്ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യൂ, പുരോഗതിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ. ഈ നമ്മുടെ നാട്ടിൽ സമാധാനവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യൂ. അതിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യൂ. ഈ വിശാലമായിട്ടുള്ള സമ്മേളനത്തിൽ വലിയ സംഖ്യയിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് മാതാ കി ജയ്.